നമസ്കാരം. ഗൾഫ് യുദ്ധത്തിന്റെ മുന്നൊരുക്കമായി നമ്മൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? ഇവിടെ അടുത്ത 5 വർഷത്തേക്ക് വേണ്ടിയുള്ള യുദ്ധമാണ് സൈനിക മിലിറ്ററി ആരംഭിക്കുന്നു. കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ നിന്ന് ഒരു സുഹൃത്ത് ഒരു സന്ദേശം അയച്ചു. അവരെല്ലാം വളരെ പേടിച്ചാണ് അവിടെ ജീവിക്കുന്നത്. മിസൈലും ഡ്രോണും ഒക്കെ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും കടന്നു പോകുന്നതൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല വീട്ടുകാരും ഏതെങ്കിലും മാർഗത്തിൽ നാട്ടിലെത്തുവാനുള്ള ശ്രമത്തിലാണ്. എന്റെ ഒരു അറിയുന്ന ഒരു കുടുംബസമേതം ഇന്നലെ നാട്ടിലെത്തി. അവരെല്ലാവരും വളരെ ആശങ്കാകുലരാണ് ഗൾഫ് നാടുകളുടെ ഭാവിയെക്കുറിച്ച്. നമുക്ക് ഏകദേശം 30 ലക്ഷത്തോളം മലയാളികൾ പുറത്തുണ്ടെന്നാണ് ഒരു കണക്ക്. 30 ലക്ഷം എന്ന് പറയുമ്പോൾ അത് മുംബൈ, ചെന്നൈ, ഡൽഹി, ബാംഗ്ലൂർ എല്ലാം അടക്കമാണ്. ഗൾഫ് നാടുകളിൽ ഏകദേശം 15 ലക്ഷത്തോളം ഉണ്ടാവും. ഈ ഗൾഫ് നാടുകളിലെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മടങ്ങി വരുന്നവർക്ക് എന്തെങ്കിലും മുൻകരുതലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടോ? ഇപ്പൊ ഭരണമില്ല, ഭരണനിശ്ചലമായിരിക്കുകയാണ്, കെയർടേക്കർ ഭരണമാണ്. എങ്കിൽ പോലും ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള നിലയ്ക്ക് ഭരണകൂടത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നവർക്ക് ഈ മടങ്ങി വരുന്നവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ആലോചനകളുണ്ടോ? ദുബായിയുടെ ഈ കുത്തൊഴുക്കിനെ കുറിച്ച് അവിടെ നിന്നുള്ള ചില വിവരങ്ങൾ ഇങ്ങനെയാണ്. എ 5-star ഹോട്ടൽ ഇൻ ദുബായ് മറീന ഫയർഡ് 300 പീപ്പിൾ 2 weeks ago. 300 പേരെ പിരിച്ചുവിട്ടു. While a large cloud kitchen operator in the UAE sacked around 100 people last week. വേറൊരു ഹോട്ടലിൽ 100 പേരെ പിരിച്ചുവിട്ടു. A well-known Russian restaurant in downtown Dubai has reportedly laid off about 15 employees. 15 പേരെ റഷ്യൻ റെസ്റ്റോറന്റിൽ നിന്ന് 15 പേരെ പറഞ്ഞു വിട്ടു. And another major F&B player has reduced salaries by 50%, essentially telling staff to accept the cut or leave. നിങ്ങളീ കുറഞ്ഞ ശമ്പളം വാങ്ങണം, ഇല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. ഇങ്ങനെയുള്ള കഥകളാണ് ദുബായ് അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. ദ സ്റ്റീപ്പസ്റ്റ് ഡിക്ലൈൻ ഹാസ് ബീൻ ഇൻ ടൂറിസം, ട്രാവൽ, ഹോട്ടൽസ് ആൻഡ് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ് വേർ ട്രാൻസാക്ഷൻസ് ഹാവ് ഫാളൻ ബൈ ആസ് മച്ച് as 60%. പീക്ക് സമയത്തുണ്ടായിരുന്നതിൽ നിന്റെ 60% കുറവ് ട്രാവൽ, ഹോട്ടൽ ആൻഡ് ഹൈ എൻഡ് റെസ്റ്റോറൻറ്റ്സ്, ടൂറിസം മേഖലകളിലൊക്കെ സംഭവിച്ചിരിക്കുകയാണ്. ഈ മേഖലകളിലൊക്കെയാണ് പ്രധാനമായിട്ടും അവിടെ ജോലി ചെയ്യുന്നത്. തുറമുഖം, ലോജിസ്റ്റിക്സ്, ഷിപ്പിംഗ്, അതിന്റെ തുടർച്ചയായിട്ടുള്ള ടൂറിസം. ഈ മേഖലയിൽ നിന്നൊക്കെ ആളുകൾ നാട്ടിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ആളുകളെ മുൻനിർത്തി ഇവിടെ ഏക പ്രതീക്ഷ നമ്മുടെ തുറമുഖമാണ്. ആ തുറമുഖം ഇനിയുള്ള നാളുകളിൽ നൽകേണ്ട സാധ്യതകളെ കുറിച്ച് 2 ഉദാഹരണം പറയാം. ഒരാൾ ഒരു വെയർഹൌസ് പോലെ ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഗേറ്റ് തുറക്കുകയാണെങ്കിൽ കാഷ്വലായിട്ട്, പെർമനന്റ് സ്റ്റാഫ് അല്ല, കാഷ്വലായിട്ടൊക്കെ ചേർന്നുകൊണ്ട് ഒരു 10 പേർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥാപനം അയാൾ പൈസ മുടക്കി ഈ വെയർഹൌസ് സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുകയാണ്. എനിക്ക് മെസ്സേജ് അയച്ചു, ഗേറ്റ് തുറക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ ബന്ധപ്പെട്ട ചിലരോട് ചോദിച്ചിട്ട് ഒരു മറുപടിയും തരുന്നില്ല. അതേസമയത്ത് ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. ബൈപ്പാസ് കണക്ട് ചെയ്യും, 2 ആഴ്ചക്കുള്ളിൽ ബൈപ്പാസ് കണക്ട് ചെയ്യും. വിദഗ്ധമായിട്ടാണ് ആ റിപ്പോർട്ട്. ഇപ്പൊ ബൈപ്പാസ് കണക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ പറയുന്ന റോഡ് തുറന്നു കൊടുത്തു അല്ലെങ്കിൽ കണക്ട് ചെയ്തു എന്നുള്ളതിന്റെ പേരിലായിരുന്നു ശ്രീ പിണറായി വിജയൻ ഇവിടെ ഉദ്ഘാടനം നടത്തിപ്പോയത്. അതാണ് ദേശാഭിമാനി പത്രം റിപ്പോർട്ട് ചെയ്തത്. ജനുവരി 24-ാം തീയതി എല്ലാം തുറന്നു, ഗേറ്റ് എല്ലാം തുറന്നു എന്നാണ് പറയുന്നത്. നമുക്ക് മാത്രം ഇതൊന്നും കാണാൻ പറ്റുന്നില്ല, കാണാനുള്ള യോഗം നമുക്കില്ല. വേറൊരാൾ ഇവിടെ ഒരു നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള ഒരു കമ്പനിയുടെ പ്രതിനിധിയുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കേണ്ടി വന്നു. അവർക്ക് ആവശ്യം 10 ഏക്കർ സ്ഥലമാണ്. ഗവൺമെന്റ് ഏറ്റെടുത്ത് കൊടുക്കണം. ഒരു സ്പെഷ്യൽ ഇക്കണോമിക് സോൺ അധികാരങ്ങളുള്ള അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു 10 ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കാമെങ്കിൽ
900 മുതൽ 1000 പേർക്ക് ജോലി സാധ്യത ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 900 മുതൽ 1000 പേർക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല, ക്രമേണ ബിസിനസ് കൂടുന്നതനുസരിച്ച് ഏകദേശം 1000 പേർക്കോളം തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഗവൺമെന്റുമായി ചർച്ചയിലാണ്. ഭൂമിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ചെറിയ ഒരു സ്ഥാപനം 10 പേർ, ഒരു വലിയ സ്ഥാപനം 1000 പേർ, ഇങ്ങനെ തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സാധ്യതയുള്ള നമ്മുടെ തുറമുഖം, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ യുദ്ധാനന്തര അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സമയത്ത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ചിന്തിക്കുന്നതെങ്കിൽ ഭരണകൂടവും ഭരണകൂടത്തിന്റെ നെടുന്തൂണുകളും പലരും ഇപ്പൊ അഭിമുഖങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചോദ്യം ചെയ്യേണ്ട ഒരു ഭരണകൂടം ഇല്ലാത്തത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ധൈര്യമായി ഇറങ്ങി വന്ന് അവരുടെ അഭിപ്രായങ്ങൾ ചാനലുകളിലും മറ്റും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള അവരുടെ റെമിറ്റൻസിന്റെ ഇമ്പാക്ട് കൊണ്ടാണ് നമ്മുടെ ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കുന്നത്. അതിനെല്ലാം ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന വിഷയമാണ് നമ്മുടെ മറുനാടുകളിൽ പോയിരിക്കുന്നവരുടെ തിരിച്ചുവരവ്. കൺസംഷൻ ആക്ടിവിറ്റി ഇൻ ദ UAE ഹാസ് ഡ്രോപ്ഡ് 25-30% സിൻസ് ദ വാർ ബിഗൺ. ദുബായിലെ കാര്യമാണ്, UAE കാര്യമാണ്. അവിടുത്തെ ഉപഭോഗം, ആളുകളുടെ വാങ്ങൽ 25-30% കുറഞ്ഞു. There is no domestic offset for a 59 billion inbound tourism economy. UAE ആണോ ദുബായ് ആണോ എന്നറിയില്ല. $59 ബില്യൺ ക്രയവിക്രയമാണ് ഈ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നതെങ്കിൽ അതിന് പകരം വയ്ക്കാവുന്ന മറ്റൊരു ആക്ടിവിറ്റി അവിടെ ഇല്ല. അപ്പൊ മിക്കവാറും ദുബായ് തന്നെയാണ്. അബുദാബിക്ക് പിന്നെയും ഓയിലുണ്ട്. 59 ബില്യൺ ആണ് ടൂറിസം സെക്ടർ അവർക്ക് നൽകുന്നതെങ്കിൽ ടൂറിസ്റ്റുകൾ വരാതിരുന്നാൽ, വന്നവർ തിരിച്ചുപോയാൽ ദുബായിയുടെ കാര്യം വലിയ പ്രശ്നത്തിലാവും. About 20% of residents have cut spending on dining, while tourist-driven footfall in premium restaurant clusters has also declined. മൊത്തത്തിൽ എല്ലാ മേഖലയിലും അവിടുത്തെ ഈ പറയുന്ന മാർക്കറ്റിൽ, അവിടുത്തെ ഈ പറയുന്ന ഇക്കോണമിയിൽ വലിയ ചലനങ്ങൾ ഫെബ്രുവരി 28 മുതലുള്ള യുദ്ധം കാരണം സംഭവിച്ചിരിക്കുകയാണ്. അവിടെയാണ് കേരള സർക്കാരിന് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വീണ്ടും വിചാരമുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ഡിസ്ക്രിഷണറി കാറ്റഗറീസ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക്സ്, ഫേർണിച്ചർ ആൻഡ് അപ്പാരൽ ഹാവ് ഡിക്ലൈൻഡ് 25-38%, ഇൻഡിക്കേറ്റിംഗ് സ്ട്രെസ് ഓൺ നോൺ എസെൻഷ്യൽ റിറ്റെയിൽ. അത്യാവശ്യ സാധനങ്ങളല്ലാത്ത ഇത്തരം ഇലക്ട്രോണിക്സ്, ഫേർണിച്ചർ, അപ്പാരൽ വിഭാഗങ്ങളിൽ 35-38% വാങ്ങൽ സംഖ്യയിൽ കുറവുണ്ടായിരിക്കുകയാണ്. അപ്പൊ ദുബായ് എന്ന് പറയുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട ഇത്തരം വ്യാപാരങ്ങളാണ്. ഇലക്ട്രോണിക്സും അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളുടെ വ്യാപാരവും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം താഴോട്ട് പോകുന്നതിലൂടെ തൊഴിൽ രംഗത്ത് വ്യാപകമായ കട്ട് വരാൻ സാധ്യതയുണ്ട്. അത് റിവേഴ്സ് മൈഗ്രേഷൻ, തിരിച്ചുവരവ്, ദുബായിലോട്ട് പോയിരിക്കുന്ന ആളുകൾ ഇനി ദുബായ് മാത്രമല്ല എല്ലാ ഗൾഫ് നാടുകളും, ഖത്തറായാലും ഒമാനായാലും അബുദാബി ആയാലും അതുപോലുള്ള ഏത് രാജ്യത്തു നിന്നും യുദ്ധം ബാധിച്ചിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം ആളുകൾ തിരിച്ചു വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കുവാൻ അല്ലെങ്കിൽ അവർക്കൊരു താങ്ങ് നൽകുവാൻ, കൈത്താങ്ങ് നൽകുവാൻ ഭരണകൂടത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കാരണം എന്താണ്? അവരുടെ റെമിറ്റൻസിന്റെ പുറത്താണ് ഈ സർക്കാർ ഇത്രയും നാൾ നെഗളിച്ച് നടന്നത്. അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുമ്പോൾ അവർക്കൊരു പ്രത്യേക കരുതലും പ്രത്യേക പദ്ധതികളും അവർക്ക് വേണ്ടി നൽകേണ്ടതാണ്. തൊഴിലവസരങ്ങൾ നൽകേണ്ടതാണ്. അതിന് ഒന്നാം തരം സാധ്യത നമ്മുടെ തുറമുഖമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ തുറമുഖം ബൈപ്പാസ് കണക്റ്റീവ് എന്ന് പറയുന്നത് അല്ലാതെ ഗേറ്റ് തുറക്കുമെന്ന് ഇപ്പോഴും പറയുന്നില്ല. പത്രത്തിന് പോലും അതൊരു ഉറപ്പില്ല, ഗേറ്റ് തുറക്കുമെന്നുള്ളൊരു ഉറപ്പില്ല. പകരം എന്താണ് പറയുന്നത്? റോഡ് ചിലപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ കണക്ട് ചെയ്തേക്കാം. കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആളുകൾക്ക് കപ്പലണ്ടി വാങ്ങിച്ച് കപ്പൽ കാണാൻ പോകാം. അതല്ലാതെ ഈ വേദന അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവർക്ക് കൈത്താങ്ങാകുവാൻ ഇവിടെ ഭരണകൂടങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട സത്യമാണ്.